ഇന്ന് മധുരമുള്ള മാങ്ങാക്കറി തയ്യാറാക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഒരു മൺചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുകിട്ടു. കടുക് പൊട്ടിയതിന് ശേഷം ജീരകം, ഉലുവ, കുരുമുളക് ചേർക്കുക. എല്ലാം മൂത്ത് വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ തീ നന്നായി കുറച്ച് വെക്കണം. അടുത്തതായി അരിഞ്ഞു വെച്ച മാങ്ങ ചേർത്ത് ഇളക്കി കൊടുക്കാം. മാങ്ങ കുറച്ച് വാടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഒരു ശർക്കര ചേർത്ത് കൊടുക്കാം. ചെറിയ പുളിപ്പോട് കൂടിയ ഇളം പഴുത്ത മാങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തത്. അങ്ങനെ ആകുമ്പോൾ ആ പുളിയും ഈ ശർക്കരയുടെ മധുരവും ഒക്കെ ഒരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാങ്ങാക്കറി റെഡിയായതിന് ശേഷം കുറച്ച് കായം ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. കറി നന്നായി ഒന്ന് വറ്റി വരണം. അപ്പോഴാണ് ഈ മാങ്ങാക്കറിയുടെ ടേസ്റ്റ്. മധുരമുള്ള നല്ലൊരു മാങ്ങാക്കറിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലൊരു മാങ്ങാക്കറി തയ്യാറാക്കി നോക്കൂ. പിന്നെ അടുത്ത നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.